ഭഗവാനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുവാനുള്ള മാർഗം ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ട്. കാണുന്നതെല്ലാം ഭഗവാന്റെ രൂപമായും കേൾക്കുന്നതെല്ലാം ഭഗവാന്റെ നാമങ്ങളായും ചെയ്യുന്നതെല്ലാം ഭഗവാനുള്ള അർച്ചനകളായും സർവ്വതും ഭഗവാനായും കാണുക. ഇതുതന്നെയാണ് മനസ്സിനെ അന്തർമുഖമാക്കാനുള്ള മാർഗം. ഇപ്രകാരം സാധിച്ചാൽ യോഗിയായി തീരുമെന്നും ഹരിനാമ കീർത്തനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. യോഗി എല്ലാത്തിലും സമദർശനനായി എല്ലാത്തിനും താനും തന്നിൽ എല്ലാ ഭൂതങ്ങളും സ്ഥിതി ചെയ്യുന്നതായും കാണുന്നു. ഇത്തരത്തിൽ ഭഗവാന്റെ നിരന്തര സ്മരണ നിലനിർത്തുന്നതിന് കലിയുഗത്തിൽ ജപമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും പറയുന്നു. ഭക്തിയുടെ പുറമേയുള്ള പ്രദർശനമല്ല ഭഗവാൻ നോക്കുന്നത്. എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി നാം ഭഗവാനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ നോക്കുന്നത്. ഇനി ഗുരുവചനം കേൾക്കാം. ചങ്ങലകളെല്ലാം നമ്മൾ തന്നെ നിർമ്മിച്ചതാണ്. അത് പൊട്ടിക്കാനും നമുക്കേ കഴിയൂ. സ്വാമി വിവേകാനന്ദൻ. തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ധ്യാത്വാ ചിത്തേ ശിവാഖ്യം പ്രചുരതരധനം നൈവ ദത്തം ദ്വിജേഭ്യോ ഹവ്യം തേ ലക്ഷസംഖ്യൈർഹുതവഃ വദനേ നാർപ്പിതം ബീജമന്ത്രൈഃ നോതപ്തം ഗാംഗതീരെ വ്രതജപനിയമൈ രുദ്രജാപൈർനവേദൈഃ ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. ധ്യാത്വാ ചിത്തേ ശിവാഖ്യം പ്രചുരതരധനം നൈവ ദത്തം ദ്വിജേഭ്യോ ഹവ്യം തേ ലക്ഷസംഖ്യൈർഹുതവഃ വദനേ നാർപ്പിതം ബീജമന്ത്രൈഃ നോതപ്തം ഗാംഗതീരെ വ്രതജപനിയമൈ രുദ്രജാപൈർനവേദൈഃ ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. സന്ധ്യാ